ആശ്ചര്യപ്പെടുകയാണ് അവർ. എന്തൊരു മാറ്റം ആ കുടുംബത്തെ യാദൃശികമായി കാണാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അവരെന്നോട് തന്നെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തൊരു മാറ്റം! ഈ റോഡ് കണ്ടപ്പോൾ ന്യൂയോർക്കിൽ പോലും ഇങ്ങനെ റോഡില്ലാതെ ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി എന്നാണ് അവർ പറഞ്ഞത്. മുഖ്യമന്ത്രി ഈ പറഞ്ഞ കുടുംബം സഞ്ചരിച്ചത് തൃശ്ശൂരിൽ നിന്നും പാലക്കാടേക്കാണ്. പക്ഷേ അതേ കുടുംബം തന്നെ തൃശ്ശൂരിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ ആ കുടുംബം പറഞ്ഞ ഒരു കാര്യം കൃത്യമാണ്. അതായത് ഇതുപോലുള്ള റോഡ് ന്യൂയോർക്കിൽ എന്തായാലും ഉണ്ടാകില്ല. പുഴയ്ക്കൽ മുതൽ മുതുവറ വരെയുള്ള റോഡാണ് ഈ കണ്ടത്. അതിൻ്റെ അവസ്ഥ കണ്ടല്ലോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്, അതായത് അമല മുതൽ ഏകദേശം കൈപ്പറമ്പ് വരെയുള്ള ദൂരം അത്യാവശ്യം നല്ല റോഡാണ്. അവിടെ വലിയ കുണ്ടും കുഴിയൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞാലാണ് യഥാർത്ഥ കുണ്ടും കുഴിയും എന്തെന്ന് അറിയാൻ പോകുന്നത്. പലതരത്തിലുള്ള ക്ലൈമറ്റ് വേണമെങ്കിൽ നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നല്ല കോടമഞ്ഞൊക്കെ നിറഞ്ഞ ഒരു സ്ഥലത്തുകൂടെ പോകുന്ന ഒരു സ്ഥിതിയൊക്കെ ഈ കേച്ചേരി ഭാഗത്തൊക്കെ അടുത്തെത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല ഓഫ് റോഡ് ഡ്രൈവും കൂടിയാണ്. അതായത് ചെളിയൊക്കെ നിറഞ്ഞൊരു ടെറൈനിൽ കൂടെ വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇതിലൂടെ വരാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ പരാതി വരുമ്പോൾ പാച്ച് വർക്ക് ചെയ്തു തരും. ആ പാച്ച് വർക്ക് രസമുണ്ടായി. ഈ വലിയ രണ്ടാം മഴ വന്നില്ലേ, അതിന് തൊട്ട് മുമ്പ് കുറേ പാച്ച് വർക്ക് ആ ഡേറ്റിൽ കൊണ്ടിട്ട് പിറ്റേ ദിവസം ഫുള്ള് ഒലിച്ചു പോയി. അത് നമ്മൾ നേരിട്ട് കണ്ടോ? അങ്ങനെ ചാടി 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 കുന്നംകുളത്ത് എത്തുമ്പോഴേക്കും നടുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. പിന്നെ മുഖ്യമന്ത്രിക്ക് ഈ റോഡിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തുകാരും എന്തായാലും വിശ്വസിക്കില്ല. കാരണം മറ്റൊന്നുമല്ല, വടക്കാഞ്ചേരി വഴി ഈ വഴി ഒഴിവാക്കി, അതായത് കുന്നംകുളത്ത് നിന്നും തൃശ്ശൂരേക്ക് വരാനായി ഏറ്റവും എളുപ്പവഴിയായ ഈ കുണ്ടും കുഴിയും നിറഞ്ഞ വഴി ഒഴിവാക്കി മുഖ്യമന്ത്രി 20 കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞാണ് കുറച്ച് നാൾ മുൻപ് രാമനിലയത്തിലേക്ക് പോയത്. ആ റോഡിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ചില സ്ഥലങ്ങളിൽ കുറച്ച് അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ. എല്ലാവരെയും അമ്പരപ്പിക്കുന്ന തൃശ്ശൂർ കുന്നംകുളം റോട്ടിൽ നിന്നും സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്.